ഞങ്ങളിന്നുയരുന്നു ഞങ്ങളുടെ ഹൃദയങ്ങളിലെന്നെന്നും ജീവിക്കും പുണ്യപിതാവ മാറിവാനിയോ. മലങ്കര കത്തോലിക്ക സഭയെ സംബന്ധിച്ചിടത്തോളം ഒത്തിരി ഓർമ്മകളുടെയും അനുഗ്രഹങ്ങളുടെയും ദിവസങ്ങളാണല്ലോ ഇത്. മലങ്കരയുടെ സൂര്യ തേജസ്സും പുണ്യപിതാവുമായ ധന്യന്മാർ ഇവാനിയോസ് പിതാവിന്റെ 71ാം ഓർമ്മ തിരുനാളാണ് നാം ഇവിടെ ആചരിക്കുക. ഈ അവസരത്തിൽ മാർ ഇവാനിയോസ് പിതാവിന്റെ ജീവിതത്തിലൂടെ നമുക്കൊരു യാത്രയാകാം. മാവേലിക്കരയിലെ പണിക്കര് വീട്ടിൽ തോമാ പണിക്കരുടെയും അന്നമ്മ പണിക്കരുടെയും മകനായി 1882 സെപ്റ്റംബർ 21 ജനനം. ചെറുപ്പകാലം മുതലേ പരിശുദ്ധ ദൈവമാതാവിനോട് വലിയ ഭക്തിയായിരുന്നു മാർ ഇവാനിയോസ് പിതാവിന്. ദീർഘവീക്ഷണം, സമചിത്തത, ധീരത, ഭരണപാടവം തുടങ്ങിയവയെല്ലാം മാർ ഇവാനിയോസ് പിതാവിന്റെ ജീവിത വിജയത്തിന് കാരണമായിരുന്നു. മലങ്കര സഭയ്ക്ക് പിതാവ് നൽകിയ ഏറ്റവും വലിയ അനുഗ്രഹമായിരുന്നു ബദനി സന്യാസിനി പ്രസ്ഥാനം. ഒരു സന്യാസ പ്രസ്ഥാനം ഇവിടെ ആവശ്യമാണെന്നും പരസ്പരം ഭിന്നിച്ചും കലഹിച്ചും നിന്നിരുന്ന ഒരു സമൂഹത്തെ വീണ്ടെടുക്കാൻ സ്വയം പരിത്യജിക്കുന്ന ഒരു സന്യാസിക്ക് മാത്രമേ സാധ്യമാവുകയുള്ളൂ എന്ന് മനസ്സിലാക്കിയ മാർ ഇവാനിയോസ് പിതാവ് സെറാംപൂരിലെ തന്റെ പ്രൊഫസർ ഉദ്യോഗം രാജിവെച്ച് വനമേഖലയായ മുണ്ടൻ മലയിലേക്ക് പിൻവാങ്ങി. മുണ്ടൻ മലയുടെ മുകളിൽ 1919 ഒരു ബദനി ആശ്രമം സ്ഥാപിക്കുകയും ചെയ്തു. പിതാവ് മലങ്കര സഭയ്ക്ക് നൽകിയ മറ്റൊരു പ്രധാനപ്പെട്ട സംഭാവനയായിരുന്നു മലങ്കര പുനരൈക്യ പ്രസ്ഥാനം. ഒരു ചരിത്ര സംഭവമായി മാത്രമല്ല, മറിച്ച് ഇന്ന് ചരിത്രത്തിൽ ചുരുളഴിഞ്ഞുകൊണ്ടിരിക്കുന്ന, അനാവരണം ചെയ്യപ്പെട്ടിരിക്കുന്ന അനേകം തലമുറയുടെ പ്രാർത്ഥനയുടെ ഫലമായി ലഭിച്ച ഒരു രക്ഷാകര സംഭവമായി ഈ പുനരൈക്യത്തെ കാണുവാനും അനുഭവിക്കുവാനും നമുക്ക് കഴിയണം. പുനരൈക്യം സുവിശേഷ ജീവിതത്തിന്റെ ആദ്യപടിയാണ് എന്ന് പറയുന്നതിൽ അത്ഭുതമില്ല. മാർ ഇവാനിയോസ് പിതാവ് തന്റെ ആത്മകഥയായ ഗിരിദീപത്തിൽ ഇപ്രകാരം പറയുന്നു: ക്രൈസ്തവ സമൂഹത്തിന്റെ സർവ്വപ്രധാനമായ ചുമതല സുവിശേഷ പ്രചാരണമത്രേ. മാർ ഇവാനിയോസ് പിതാവ് ഒട്ടനവധി ബഹുമതികൾക്ക് വിശേഷണങ്ങൾക്ക് അർഹനാണ്. അതിൽ പ്രധാനമാണ് ഭാരത ന്യൂമാൻ എന്ന വിശേഷണം. ആംഗ്ലിക്കൻ സഭയിൽ നിന്നും കത്തോലിക്ക സഭയിലേക്ക് പുനരൈക്യപ്പെട്ട കർദിനാൾ ജോൺ ഹെൻറി ന്യൂമാൻ സഭയുടെ ഉത്ഥാനത്തിനും ഉന്നമനത്തിനും വേണ്ടി നടത്തിയ ഓക്സ്ഫോർഡ് മൂവ്മെന്റിനോട് മാർ ഇവാനിയോസ് പിതാവിന്റെ പുനരൈക്യ പ്രസ്ഥാനം ഉപമിക്കപ്പെട്ടു. ആയതിനാൽ മാർ ഇവാനിയോസ് പിതാവിനെ ഭാരത ന്യൂമാൻ എന്നും വിശേഷിപ്പിക്കുന്നു. കൂദാശ ഷെമ്മാശ് മലങ്കര സഭയിലെ 7 കൂദാശകളും വിശുദ്ധിയോടെ സ്വീകരിക്കണമെന്നും അതിന്റെ അർത്ഥവും പ്രാധാന്യവും എന്തെന്നും താൻ ഷെമ്മാഷനായിരുന്ന കാലം മുതലേ വിവിധ ദേവാലയങ്ങളിൽ പിതാവ് പ്രഘോഷിച്ചിരുന്നു. ഗ്രന്ഥകർത്താവ്, 30-ലധികം പുസ്തകങ്ങൾ എഴുതിയ ഒരു എഴുത്തുകാരനാണ് മാർ ഇവാനിയോസ് പിതാവ്. കൂദാശകളെ കുറിച്ചും വിശുദ്ധ കുംഭസാരത്തെ കുറിച്ചും സന്യാസ ജീവിതത്തെക്കുറിച്ചും ഒട്ടനവധി പുസ്തകങ്ങൾ പിതാവിന്റെ തൂലികയിൽ നിന്നും മലങ്കര സഭയ്ക്ക് ലഭിച്ചിട്ടുണ്ട്. വിദ്യാഭ്യാസ വിചിന്തനം. വിദ്യാഭ്യാസത്തിന് എല്ലാ നേരവും സുപ്രധാന പ്രാധാന്യം കൊടുത്ത വ്യക്തിയാണ് മാർ ഇവാനിയോസ് പിതാവ്. MT സെമിനാരി സ്കൂളിന്റെ പ്രിൻസിപ്പൾ ആയിരുന്ന കാലത്ത് സ്കൂളിന്റെ ഉന്നത നിലവാരത്തിന് വേണ്ടി അക്ഷീണം പ്രയത്നിച്ച ഒരു വ്യക്തിയാണ് മാർ ഇവാനിയോസ് പിതാവ്. വിജാതീയ മിഷണറി. കേരളത്തിലെ സുറിയാനി ക്രിസ്ത്യാനികളുടെ ഇടയിൽ ജാതിമത വ്യവസ്ഥ അതിരൂക്ഷമായി നിന്നിരുന്ന കാലത്ത് പാവപ്പെട്ടവരോടും പാർശ്വരിക്കപ്പെട്ടവരോടും സുവിശേഷ പ്രഘോഷണത്തിനും ഈശോയെ അവർക്ക് പകർന്നു കൊടുക്കുന്നതിനും മാർ ഇവാനിയോസ് വഹിച്ച പങ്ക് വളരെ വലുതാണ്. പ്രിയപ്പെട്ടവരെ, നമ്മുടെ പിതാവായ മാർ ഇവാനിയോസ് പിതാവ് നമുക്ക് കാണിച്ചു തന്ന മാതൃക, അദ്ദേഹത്തിന്റെ ജീവിതം അത് കൂദാശകളുടെ ജീവിതമായിരുന്നു. അത് ദാരിദ്ര്യത്തിന്റെ ജീവിതമായിരുന്നു. അത് വിദ്യാഭ്യാസത്തിനും സാമൂഹ്യ ഉന്നമനത്തിനും വേണ്ടിയുള്ള ജീവിതമായിരുന്നു. അത് സുവിശേഷ പ്രഘോഷണത്തിനും പ്രേക്ഷിത പ്രവർത്തനങ്ങൾക്കും വേണ്ടിയുള്ള ജീവിതമായിരുന്നു. ലോകം അദ്ദേഹത്തിന്റെ വ്യക്തിപ്രഭാവത്തെ വാനോളം പുകഴ്ത്തി. യുവനോയിലെ 5 മിനിറ്റ് കൊണ്ട് 1.25 വരിക്കാരുള്ള ഡെയിലി ന്യൂസ് പറഞ്ഞു, "The most autographic person is him." ലോക പത്രങ്ങൾ രേഖപ്പെടുത്തി, "A great man from India, the greatest missionary of 20th century." അമേരിക്കൻ പ്രസിഡന്റ് അഭിപ്രായപ്പെട്ടു, ഒരു അത്ഭുത മനുഷ്യൻ. വെറും 5 പേര് തുടങ്ങിയ മലങ്കര കത്തോലിക്ക സഭ ഇന്ന് 5 ലക്ഷം പേരിലെത്തി നിൽക്കുമ്പോൾ മാർ ഇവാനിയോസ് പിതാവിന്റെ മക്കളായ നമുക്ക് അഭിമാനത്തോടെ മുന്നോട്ട് പോകാൻ സാധിക്കട്ടെ. നാം ഏവരും പ്രാർത്ഥിക്കുന്നത് പോലെ മാർ ഇവാനിയോസ് പിതാവിനെ തിരുസഭ വിശുദ്ധനായി നാമകരണം ചെയ്യുന്നതിന് നമുക്ക് ഏവർക്കും പ്രാർത്ഥിക്കാം.